നമസ്കാരം. പി എസ് സി ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മാതൃകാ പരീക്ഷ, LD ക്ലർക്കിൻ്റെ ഒരു മാതൃകാ പരീക്ഷയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് തൊഴിൽവീതി പ്രസിദ്ധീകരിച്ച ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേടാ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? പുതിയ പാർലമെൻറ്റിലെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്. നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഇല്ലടാ, പുതിയ പാർലമെൻറ്റ് മന്ദിരം. ആ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേടാ? അപ്പം പുതിയ പാർലമെൻറ്റ് സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. പുതിയ പാർലമെൻറ്റിലെ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 അന്തരിച്ച സംവിധായകൻ KG ജോർജിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 2023 അന്തരിച്ച സംവിധായകൻ KG ജോർജിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വർഷം 2015. എപ്പോഴാണ് കൂട്ടുകാരെ? 2015. എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? യെസ്, ഓറോൺ എയർക്രാഫ്റ്റ് നിർമ്മിച്ച രാജ്യം ഏതാണ്? എന്താണ് ഓറോൺ എയർക്രാഫ്റ്റ് നിർമ്മിച്ച രാജ്യം ഏതാണ്? അത് ഇസ്രായേലാണ്. അപ്പം ഇസ്രായേൽ നിർമ്മിച്ച എയർക്രാഫ്റ്റിൻ്റെ പേരെന്ന് ചോദിച്ചാൽ പറയണം അത് ഓറോൺ ആണ്. എന്താണ്? ഓറോൺ. ഓക്കെ അല്ലേ? എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണ്? അത് സാഞ്ചിയാണ്. എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത്? സാഞ്ചിയാണെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏത്? എന്താണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏതെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ്? അത് ഓപ്ഷൻ എ, റോക്കറ്ററി ദ നമ്പി ഇഫക്റ്റ് ആണ്. എന്താണ് റോക്കറ്ററി ദ നമ്പി ഇഫക്റ്റ്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് റോക്കറ്ററി ദ നമ്പി ഇഫക്റ്റ് ആണ്. ഓക്കെ അല്ലേടാ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ആയത് ആരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ചെസ് മാസ്റ്റർ ആയത് ആരാണ്? അത് ഓപ്ഷൻ സി, നിമ്മി എ ജോർജ് ആണ്. ആരാണ്? നിമ്മി എ ജോർജ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ആയത് ആരാണ്? നിമ്മി എ ജോർജ് ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്കൂളുകളിൽ ഈ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട രാജ്യാന്തര സംഘടന ഏതാണ്? ഇതൊക്കെ നല്ല കിടുക്കാച്ചി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കിടുക്കാച്ചി? ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട രാജ്യാന്തര സംഘടന ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് യുനെസ്കോ. ഏതാണ്? യുനെസ്കോ. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട രാജ്യാന്തര സംഘടനയാണ് യുനെസ്കോ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, 2023 അന്തരീക്ഷ പാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായ റോക്കറ്റ് ഏതാണ്? ഓക്കെ അല്ലേടാ? ഇപ്പം എന്താണ് ക്വസ്റ്റ്യൻ? 2023 നമ്മുടെ ഈ 2023 അന്തരീക്ഷ പാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായ റോക്കറ്റാണ് ഓപ്ഷൻ ഡി, ഫാൽക്കൺ 9. ഓപ്ഷൻ ഡി, ഫാൽക്കൺ 9. ഓക്കെ അല്ലേ? ഇനി ഒമ്പതാമത് പ്രസ്താവന. പ്രസ്താവന ശരിയായവ ഏതൊക്കെയാണ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഒന്നാമത്തെ പ്രസ്താവന. ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻസൈറ്റ് സൗകര്യം ലഭ്യമാക്കാൻ, എന്താണ് ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ ISRO വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GSAT-N2 എന്ന GSAT-20. ശരിയാണോ? ഇനി രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. US-ൽ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 എയർ ലോഞ്ചിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിക്കുന്നത്. ഓക്കെ അല്ലേ? ശരിയാണോ? ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്? കപ്പലിലും പറക്കുന്ന വിമാനത്തിലും ഇൻ്റർനെറ്റ് സേവനം ലഭിക്കും. ശരിയാണോ? കപ്പലിലും പറക്കുന്ന വിമാനത്തിലും ഇൻ്റർനെറ്റ് സേവനം ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ശരിയാണോ അല്ലെങ്കിൽ ഓപ്ഷൻ പറയുമ്പോൾ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇനി നാലാമത്തെ പ്രസ്താവന എന്താണ് കൂട്ടുകാരെ? യെസ്, ടെലികോം ഉപഭോക്താക്കൾക്ക് വേണ്ടി ISROയുടെ വാണിജ്യ സ്ഥാപനമായ
ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT-N2 നിർമ്മിച്ച് വിക്ഷേപിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അഞ്ചാമത്തെ പ്രസ്താവന, GSAT-N2വിന് 4700 കിലോഗ്രാം ഭാരമുണ്ട്. GSAT-N2വിന് 4700 കിലോഗ്രാം ഭാരമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഈ 1, 2, 3, 4 എന്നീ 4 പ്രസ്താവനകൾ ശരിയാണ്. 4 പ്രസ്താവനകൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഓക്കെ അല്ലേടാ? അപ്പോൾ പഠിക്കണേ, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ഇതൊക്കെ ചോദിക്കാം. എന്താണ് പ്രസ്താവന ശരിയായവ കണ്ടെത്താൻ പറ്റുന്നത് ഈ 4 പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ ISRO വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GSAT-N2 എന്ന GSAT-20. ഇനിയോ US-ൽ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ എയർ ലോഞ്ചിൽ നിന്നാണ് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കുന്നത്. ഇനിയോ കപ്പലിലും പറക്കുന്ന വിമാനത്തിലും ഇൻ്റർനെറ്റ് സേവനം ലഭിക്കും. അതുപോലെ ടെലികോം ഉപഭോക്താക്കൾക്ക് വേണ്ടി ISROയുടെ വാണിജ്യ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT-N2 നിർമ്മിച്ച് വിക്ഷേപിക്കുന്നത്. അതുപോലെ GSAT-N2വിന് 4700 കിലോഗ്രാം ഭാരമുണ്ട്. GSAT-N2വിന് 4700 കിലോഗ്രാം ഭാരമുണ്ട്. ഓക്കെ, എങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, യെസ്, G7 കൂട്ടായ്മയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, വ്യാവസായിക ശക്തികളായ ലോകത്തെ 7 രാജ്യങ്ങൾ സാമ്പത്തിക ഊർജ്ജ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ആരംഭിച്ച കൂട്ടായ്മയാണ് G7. അറിയോ നിങ്ങൾക്ക്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഉത്തരം, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? യെസ്. അപ്പം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പം എന്താണ് G7 കൂട്ടായ്മ എന്താണ്? വ്യാവസായിക ശക്തിയായ ലോകത്തെ 7 രാജ്യങ്ങൾ സാമ്പത്തിക ഊർജ്ജ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ആരംഭിച്ച കൂട്ടായ്മയാണ് ഏത്? G7. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 1997 റഷ്യ അംഗമായതോടെ G7 എന്നത് G8 ആയെങ്കിലും 2020 മുതൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനെ തുടർന്ന് കൂട്ടായ്മയിൽ നിന്ന് പുറത്തായി. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി 50ാമത് G7 ഉച്ചകോടി ജൂണിൽ നടക്കുന്നത് ഇറ്റലിയിലാണ്. എന്താണ്? യെസ്, 50ാമത് G7 ഉച്ചകോടി ജൂണിൽ ഇറ്റലിയിൽ നടന്നു. ഇനി G7 എന്ന് ആസ്ഥാനമില്ല, അതും ശരിയാണ്. അപ്പം 50ാമത് G7 ഉച്ചകോടി ജൂണിൽ ഇറ്റലിയിൽ നടന്നു. അതുപോലെ G7 ആസ്ഥാനമില്ല. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താണ്? പ്രീവിയസ് ആണ്. കഴിഞ്ഞ പരീക്ഷയിൽ ഓൾറെഡി G7മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ, യെസ്, 500 രാജ്യാന്തര മത്സരം തികച്ച 4ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? എന്താണ്? 500 രാജ്യാന്തര മത്സരം തികച്ച 4ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാൽ പറയണം. അതാരാണ് കൂട്ടുകാരെ? നമ്മുടെ വിരാട് കോഹ്ലി. ആരാണ്? വിരാട് കോഹ്ലി. 500 രാജ്യാന്തര മത്സരം തികച്ച 4ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി ആണെങ്കിൽ, നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമുക്കറിയാവുന്നേ. എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? അത് ശ്യാം ശരൺ നേഗി അല്ലേ? അപ്പോൾ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അറിയും. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയല്ലേ? അപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ശ്യാം ശരൺ നേഗി. ആരാണ്? ശ്യാം ശരൺ നേഗി. ഓക്കെ അല്ലേടാ? ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷം പ്രേക്ഷക ശ്രദ്ധ നേടിയ ജീവചരിത്ര സിനിമയായ ഓപ്പൺഹൈമർ ഏത് രംഗത്തെ ശാസ്ത്രജ്ഞനായിരുന്നു? എന്താണ്? കഴിഞ്ഞ വർഷം പ്രേക്ഷക ശ്രദ്ധ നേടിയ ജീവചരിത്ര സിനിമയായ ഓപ്പൺഹൈമർ ഏത് രംഗത്തെ ശാസ്ത്രജ്ഞനായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണം അത് ഭൗതിക ശാസ്ത്രജ്ഞൻ. ഓപ്പൺഹൈമർ ആരാണ്? ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. ഓക്കെ അല്ലേടാ? ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കൂട്ടുകാരെ. ഓർത്തോ, ത്രിപുര. ഓപ്ഷൻ ഡി, ത്രിപുരയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേടാ? ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തെലുങ്കാന സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അനാവരണം ചെയ്യപ്പെട്ട സ്മാരകം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ?
തെലുങ്കാന സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അനാവരണം ചെയ്ത സ്മാരകമാണ് കൂട്ടുകാരെ ഓപ്ഷൻ എ അമരജ്യോതി. ഓപ്ഷൻ എ അമരജ്യോതി. ഓക്കെ അല്ലേടാ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? അതിഥി തൊഴിലാളികളെ യെസ് മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം, അതിഥി മലയാളം. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. അപ്പം ഞാൻ വായിക്കാം. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കൽ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ തവണ ആവർത്തിക്കുന്നത് കേട്ടോ. അപ്പം ആവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആവർത്തന വിരസൊന്നും തോന്നാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് അഥവാ അങ്ങനെ ഒരിക്കൽ കേൾക്കുന്ന കൂട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ 2 or 3 തവണ വായിച്ചാൽ മാത്രം മനസ്സിൽ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പം ഒരു തവണ കേട്ടാൽ മാത്രം നിൽക്കുന്ന കൂട്ടുകാർ എന്താക്കുക, എൻ്റെ വീഡിയോൻ്റെ സ്പീഡ് ജസ്റ്റ് ഒന്ന് കൂട്ടുക. അല്ലാത്ത കൂട്ടുകാർ എന്താക്കുക, ഈ നോർമൽ സ്പീഡിലൊക്കെ കാണുക. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം ഈ വീഡിയോ കേൾക്കുന്നതിലൂടെ പൂർണ്ണമായിട്ട് ലഭിക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ് 2 or 3 തവണ ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ അല്ലടാ. ഇനി അതുപോലെ നമ്മുടെ PSC Tips-ന്റെ ടെലഗ്രാം ചാനൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ ഫ്രീ ആയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക. രാത്രി 10 മണി തൊട്ട് 11 മണി വരെ നടക്കുന്ന ലൈവ് സെഗ്മെൻറ്റിൽ പങ്കെടുക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ പ്രധാന കവാടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ ജ്ഞാനദ്വാർ ഉൾപ്പെടും, അതുപോലെ തന്നെ ശക്തിദ്വാർ ഉൾപ്പെടും, കർമ്മദ്വാർ ഉൾപ്പെടും. എങ്കിൽ ബിമൽ ദ്വാർ നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കവാടത്തിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ അല്ലേടാ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? PSLV 55 ദൗത്യത്തിൻ്റെ ഭാഗമായി വിക്ഷേപിച്ച ടെലിയോസ് 2, ലൂംലൈറ്റ് 4 എന്നീ ഉപഗ്രഹങ്ങൾ ഏതു രാജ്യത്തിൻ്റെതാണ്? PSLV 55 ദൗത്യത്തിൻ്റെ ഭാഗമായി വിക്ഷേപിച്ച ടെലിയോസ് 2, ലൂംലൈറ്റ് 4 എന്നീ ഉപഗ്രഹങ്ങൾ ഏതു രാജ്യത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ പറയണം അത് സിംഗപ്പൂരിൻ്റെതാണ്. ആരാണ്? സിംഗപ്പൂർ. PSLV 55 ദൗത്യത്തിൻ്റെ ഭാഗമായി വിക്ഷേപിച്ച ടെലിയോസ് 2, ലൂംലൈറ്റ് 4 എന്നീ ഉപഗ്രഹങ്ങൾ ഏതു രാജ്യത്തിൻ്റെതാണ് കൂട്ടുകാരെ? യെസ്, അത് സിംഗപ്പൂരിൻ്റെതാണ്. സിംഗപ്പൂർ. ഓക്കെ അല്ലേ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ്റെ പേര് എന്താണ്? ക്വസ്റ്റ്യൻ. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ്റെ പേരാണ് ഏത്? ഓപ്ഷൻ ഡി, ഇവാൻ. ഓപ്ഷൻ ഡി, ഇവാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേടാ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മെമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ആരാണ്? കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ പറയാം അതാരാണ്? ഗോഡ്ഫ്രേ ദാസ്. ആരാണ്? ഓപ്ഷൻ ബി, ഗോഡ്ഫ്രേ ദാസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നുകൂടി ഞാൻ വായിക്കാം. കേരള പുരസ്കാരങ്ങൾ നൽകുന്ന പതക്കങ്ങൾ, മൊമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ആരാണ്? അത് ഗോഡ്ഫ്രേ ദാസ് ആണ്. അതുപോലെ തന്നെ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ്റെ പേരാണ് കൂട്ടുകാരെ ഇവാൻ. ഓക്കെ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? വെള്ളത്തിൽ എഴുതുക എന്താണ്? വെള്ളത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ശരിയായ ഉത്തരം ഫലമില്ലാതെ പ്രവർത്തിക്കുക. നമുക്ക് വെള്ളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുകൂടാ? ഇല്ല, അതൊന്ന് വിഫലമാണല്ലേ. അപ്പം ഫലമല്ലാത്ത അവസ്ഥ വിഫലമാണ്. അതായത് വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഫലമില്ലാതെ പ്രവർത്തിക്കുക എന്നാണ്. ഓക്കെ അല്ലേടാ. ഇനി PSC പലതവണ ആവർത്തിച്ചതാണ് ചേർത്തെഴുതുക എന്നാണ്. E+L എന്ത് വരുടാ? E+L ഇവൾ എന്ന് വരും അല്ലേ? 72. ഓപ്ഷൻ ബി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ CPO പരീക്ഷ ചോദിച്ചതാണ് അവനല്ലേ? A+N അവൻ. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. യെസ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവയിൽ കാക്കയുടെ പര്യായമല്ലാത്തത് ഏതാണ്? കാക്കയുടെ പര്യായമല്ലാത്തത് എന്താണ്? നമുക്കറിയാം ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ കാക്കയല്ലേടാ? യെസ്, ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ കാക്കയാണ്. അതുപോലെ തന്നെ എന്താണ് ചിരഞ്ജീവി നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ കാക്കയില്ലടാ, കാക്ക. ഈ കാക്ക നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഷോക്ക് അടിച്ച് ഇലക്ട്രിക് കമ്പിയിൽ അടിച്ചിട്ട് ഷോക്ക് അടിച്ചല്ലാതെ മരിച്ച ഒരു ചരിത്രം ഞാൻ കണ്ടിട്ടുണ്ടോടാ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ചിരഞ്ജീവി അല്ലേ? അപ്പം കാക്ക മരിച്ചു കിടക്കുന്നത് അല്ലെങ്കിൽ വഴിയരിയിൽ ഷോക്ക് ഏറ്റിട്ടല്ലാതെ മരിച്ചു കിടക്കുന്ന ഒരു കാര്യം
നമ്മൾ കാണാത്തൊരു കാര്യമാണ്. അപ്പോൾ ചിരഞ്ജീവി കാക്കയാണെന്ന് മാറിപ്പോകുന്ന കൂട്ടുകാരൊന്ന് ഓർത്തു വെക്കണേ. അതുപോലെ ഏകദൃഷ്ടി, അത് കാക്കയിലട. ഏകദൃഷ്ടി എന്ന് പറഞ്ഞാൽ കാക്കയാണ്. അതുപോലെ തന്നെ ബലിബുക്ക്, ഇവ കാക്കയാണ്. എന്നാൽ വിശ്വകേതു എന്ന് പറഞ്ഞാൽ കാക്കയല്ല. ഇതിൽ തെറ്റായത് എന്താണ്? വിശ്വകേതു, ഓപ്ഷൻ ഡി ആണ്. അപ്പം ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക് എന്നിവ കാക്കയുടെ പര്യായമാണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരിച്ചറിയുക ഏതാണ്? അസ്തമനം, അസ്തമയം, അസ്തമാനം, അസ്തമായം എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്? അസ്തമയാണ് എന്നാണ്. ഓപ്ഷൻ എ അസ്തമയമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ശരിയായ പദം. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാർ? 25ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്കൃഷ്ടം എന്ന പദത്തിൻ്റെ വിപരീത പദം വരുന്ന പദജോടി തിരഞ്ഞെടുക്കുക എന്നാണ്. ഉത്കൃഷ്ടം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം വരുന്ന പദജോടി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഉത്കൃഷ്ടം എന്നാണ്. ഉത്കൃഷ്ടം, അപകൃഷ്ടം, അതുപോലെ തന്നെ നികൃഷ്ടം. ഉത്കൃഷ്ടത്തിൻ്റെ പദത്തിന് വിപരീതം ഏതൊക്കെയാണ്? നികൃഷ്ടം, അതുപോലെ തന്നെ അപകൃഷ്ടം എന്നിവ വരും. ഓക്കെ അല്ലേ? ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ലേഖകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. ലേഖകൻ, ലേഖിക, ലേഖകൻ, ലേഖിക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലേഖകൻ, ലേഖിക. ഇതൊക്കെ PSC പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. യെസ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണ പദം ഏതാണ്? എന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി സ്വാമിമാർ എന്നാണ്. സ്വാമികൾ. അപ്പം പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ എന്നാണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ശരിയായ വാക്യം കണ്ടെത്താനാണ് പറഞ്ഞത്. ഇതിൽ ശരിയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് എന്താണ് കൂട്ടുകാരെ? അത് ഓപ്ഷൻ ഡി എന്നാണ്. ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതാണ് ശരിയായിട്ടുള്ള വാക്യം. ഓക്കെ അല്ലേ? അപ്പം നൽകിയിരിക്കുന്ന ശരിയായ വാക്യം ഏതാണ്? നിങ്ങൾ എന്താക്കുക? ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ 4 ഓപ്ഷനും ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് ഞാൻ ഉത്തരം പറയുന്നതിന് മുന്നേ സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണേ. അതിനുശേഷം ഞാൻ പറയുന്ന ഉത്തരവുമായിട്ട് ഒത്തു നോക്കുക. ഓക്കെ അല്ലേടാ? ഇനി PSC പലതവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഋഷിയെ സംബന്ധിച്ചത് എന്താണെടാ? ആർഷമാണല്ലേ. ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ആർഷമാണ്. ആർഷം. ഓക്കെ, എങ്കിൽ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? ആക്ഷേപം, നിന്ദനം, പരിവാദം എന്നിവ ഒരേ അർത്ഥമാണ് വരുന്നത്. എന്നാൽ ഇതിൽ ഒരേ അർത്ഥം വരാത്തത് പരിഭവം. ഓപ്ഷൻ സി ആണ് എന്നാണ് ഒരേ അർത്ഥം വരാത്ത പദം. ഓക്കെ അല്ലേടാ? ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി നമുക്ക് ചേർത്തുകൂടെടാ. അപ്പം ഗുരുവിൻ്റെ മുഖം എന്നാണ്. ഗുരുവിൻ്റെ മുഖം ആരെഴുതിയാടാ? ഗുരുവിൻ്റെ മുഖം മുഖമല്ല, എന്താണ്? ഗുരുവിൻ്റെ ദുഃഖം. നമുക്കറിയാം ഗുരുവിൻ്റെ ദുഃഖം ആരാണ് എഴുതിയത്? സുകുമാർ അഴീക്കോട്. 3A ആണ്. A4 ആണ്. ഓക്കെ അല്ലേ? അപ്പം A4 സുകുമാർ അഴീക്കോട്. എങ്കിൽ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ. നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന ബുക്ക് എഴുതിയത് KP അപ്പൻ. എങ്കിൽ 3ാമത്തെ ഉത്തരം, ചരിത്രത്തെ ആഘാതമാക്കിയ ഗുരു എന്ന പുസ്തകം എഴുതിയതാണ്. ചരിത്രത്തെ ആക്കിയ ഗുരു. യെസ്, നമുക്കറിയാം ആരാണ്? എന്താണ്? തെറ്റുപറ്റിപ്പോയി. യെസ്, ഇതിൽ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന ബുക്ക് എഴുതിയവരാണ്. യെസ്, വി പരമേശ്വരനാണ്. B3 ആണ്. ഇനി നമ്മുടെ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പുസ്തകം എഴുതിയവരാണ്. ചരിത്രത്തെ അഗാധമാക്കിയത്. യെസ്, ആരാണ്? KP അപ്പൻ. എങ്കിൽ ബുദ്ധനും നാണുഗുരു എന്നാണ്. ബുദ്ധനും നാണുഗുരുവും ആരെഴുതി? ബുദ്ധനും നാണുഗുരും. യെസ്, ആരാണ്? ഡോക്ടർ കെ സുഗതൻ. ഓക്കെ അല്ലേടാ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് ഗുരുവിൻ്റെ ദുഃഖം സുകുമാർ അഴീക്കോട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ P പരമേശ്വരൻ നായർ. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു ആരാണ്? KP അപ്പൻ. ഇതാണ് ബുദ്ധനും നാണുഗുരുവും ഡോക്ടർ കെ സുഗതൻ. ഓക്കെ അല്ലേടാ? ഇനി നെക്സ്റ്റ് 32ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? നോക്കാം. 1ാമത്തെ പ്രസ്താവന, തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്തു കൂടിയുള്ള
സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി 1946 സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് കൂട്ടംകുളം സമരം. ശരിയായ പ്രസ്താവനയാണോ? യെസ്, ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അപ്പം എന്താണ് കൂട്ടംകുളം സമരം? തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്ത് കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി 1946 സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് കൂട്ടുകാരെ കൂട്ടംകുളം സമരം. കൂട്ടംകുളം സമരം എങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? യെസ്, SNDP, സമസ്ത കൊച്ചിൻ പുലയ മഹാസഭ എന്നീ സാമുദായിക സംഘടനകളും പ്രജാമണ്ഡലം പോലുള്ള രാഷ്ട്രീയ കക്ഷികളും തൊഴിലാളി സംഘടനകളും സമരത്തിൽ പങ്കെടുത്തു. എന്നാണ് SNDP, സമസ്ത കൊച്ചിൻ പുലയ മഹാസഭ എന്നീ സാമുദായിക സംഘടനകളും പ്രജാമണ്ഡലം പോലുള്ള രാഷ്ട്രീയ കക്ഷികളും തൊഴിലാളി സംഘടനകളും സമരത്തിൽ പങ്കെടുത്തു. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന ഏതാണ്? PK കുമാരൻ മാസ്റ്റർ, PK ചാത്തൻ മാസ്റ്റർ, ശാരദാ കുമാരൻ, KV ഉണ്ണി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അതും ശരിയായ പ്രസ്താവനയാണ്. അതാരൊക്കെയാണ്? PK കുമാരൻ മാസ്റ്റർ, PK ചാത്തൻ മാസ്റ്റർ, ശാരദാ കുമാരൻ, KV ഉണ്ണി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അപ്പം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്ത് കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി 1946 സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് കൂട്ടുകാരെ ഏത്? കൂട്ടംകുളം സമരം. SNDP, സമസ്ത കൊച്ചിൻ പുലയ മഹാസഭ എന്നീ സാമുദായിക സംഘടനകളും പ്രജാമണ്ഡലം പോലുള്ള രാഷ്ട്രീയ കക്ഷികളും തൊഴിലാളി സംഘടനകളും സമരത്തിൽ പങ്കെടുത്തു. PK കുമാരൻ മാസ്റ്റർ, PK ചാത്തൻ മാസ്റ്റർ, ശാരദാ കുമാരൻ, KV ഉണ്ണി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഓക്കെ ലേടാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 33ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 33ാമത്തെ ക്വസ്റ്റ്യൻ യെസ്, പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രസ്താവന തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ചോദിച്ചിരുന്നതാണ്. നേരത്തെ 32ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായത് ഏതൊക്കെ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് തെറ്റായത് ഏതൊക്കെയാണ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയതിന് ശേഷം അതിന് സൈഡിൽ തെറ്റാണെങ്കിൽ തെറ്റിന്നിടുക, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയെന്ന് മാർക്ക് ചെയ്യണേ. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ PSC പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കണം. നമുക്ക് ഓപ്ഷൻ കറുപ്പിക്കുമ്പോൾ ചിലപ്പം മാറിപ്പോകാനുള്ള ചാൻസ്, ഇത്തരത്തിൽ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വട്ടിട്ട് വെക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ, യെസ്. ഇനി നമ്മളെ 33ാമത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? ഒരു മിനിറ്റ്. യെസ്, അപ്പോൾ 33ാമത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി 1947 ജൂലൈ 4 ഹൗസ് ഓഫ് കോമൺസിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ബിൽ അവതരിപ്പിച്ചു. ശരിയാണോ? അത് ശരിയാണല്ലേ. ശരിയായ പ്രസ്താവനയാണ്. എന്താണ് ഒന്നാമത്തെ ശരിയായ പ്രസ്താവന എന്താണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി 1947 ജൂലൈ 4 ഹൗസ് ഓഫ് കോമൺസിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ബില്ല് അവതരിപ്പിച്ചു. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണസംബന്ധമായ ബ്രിട്ടീഷ് പാർലമെന്റിൽ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണസംബന്ധമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച അവസാന നിയമമാണ് ഇത്? യെസ്, ഹൗസ് ഓഫ് കോമൺസ് അല്ലേ. എന്താണ്? ക്ലെമന്റ് ആറ്റ്ലി ഹൗസ് ഓഫ് കോമൺസിൽ ബില്ല് അവതരിപ്പിച്ചു. അത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സംബന്ധമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച അവസാന നിയമമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. എങ്കിൽ ജൂലൈ 8 ജോർജ് 6ാമൻ രാജാവ് ബില്ലിൽ ഒപ്പിട്ടു. അത് തെറ്റായ പ്രസ്താവനയാണ്. ഈ നാലാമത്തെ പ്രസ്താവന പറയുന്നത് 20 വകുപ്പുകൾ മാത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൽ ഉണ്ടായിരുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേടാ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ പ്രസ്താവന ശരിയാവുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേടാ. ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചു. അറിയോ? 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരെന്നറിയോ? എങ്കിൽ അറിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലേബർ പാർട്ടിയെ പ്രതിദാനം ചെയ്ത് ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തു. എന്താണ് ക്വസ്റ്റ്യൻ? യെസ്, എന്താണ്? ലേബർ പാർട്ടിയെ പ്രതിദാനം ചെയ്ത് ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്തു. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് എന്താണ്? 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചു. എന്താണ്? 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചു. ആരാണ് ആ വ്യക്തി?
ഓപ്ഷൻ എ NM ജോഷിയാണ് ശരിയായുള്ള ഉത്തരമാനാണ് NM ജോഷി. ഓക്കെ അല്ലേ? അപ്പം 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചു. അതുപോലെ ലേബർ പാർട്ടിയെ പ്രതിദാനം ചെയ്ത് ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്തു. 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചു. ഇത് ശരിയായതാരാണ്? NM ജോഷിയാണ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന. 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താനായി പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്താ പറയുന്നത്? ഇംഗ്ലണ്ടിലെ കത്തോലിക്കനായ രാജാവ് ജെയിംസ് രണ്ടാമൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും പ്രൊട്ടസ്റ്റന്റുകാരായ അദ്ദേഹത്തിൻ്റെ മക്കൾ മേരി ദ്വിതീയ, അവരുടെ ഭർത്താവായ വില്യം മൂന്നാമൻ, മേരി സെക്കൻഡാണ്, മേരി സെക്കൻഡ്, അതുപോലെ തന്നെ അവരുടെ ഭർത്താവായ വില്യം മൂന്നാമൻ രാജകുമാരൻ എന്നിവർ അധികാരത്തിൽ വരികയും ചെയ്ത സംഭവമാണ് രക്തരഹിത വിപ്ലവം. ശരിയാണോ? അത് ശരിയായ പ്രസ്താവനയാണ്. മേരി സെക്കൻഡിനെയും അവരുടെ ഭർത്താവായ വില്യം മൂന്നാമൻ രാജകുമാരൻ എന്നിവരെ അധികാരത്തിൽ വരികയും ചെയ്ത സംഭവമാണ് രക്തരഹിത വിപ്ലവം. ഓക്കെ അല്ലേടാ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ഓപ്ഷൻ, ഇംഗ്ലണ്ടിൽ രാജവാഴ്ചയ്ക്ക് മേൽ പാർലമെന്റ് കൂടുതൽ നിയന്ത്രണം നേടാനിടയായ നിയമമാണ് 1689 ബിൽ ഓഫ് റൈറ്റ്സ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ? അപ്പം എന്താണ്? എന്താണ്? ഇംഗ്ലണ്ടിൽ രാജവാഴ്ചയ്ക്ക് മേൽ പാർലമെന്റ് കൂടുതൽ നിയന്ത്രണം നേടാനിടയായ നിയമമാണ് 1689 ബിൽ ഓഫ് റൈറ്റ്സ്. ഇനി ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ജെയിംസ് രണ്ടാമൻ തെറ്റായ പ്രസ്താവനയാണ്. ഇനി ഡി, ബിൽ ഓഫ് റൈറ്റ്സ് ജനങ്ങളുടെ ഭരണഘടനാപരമായ പൗരാവകാശങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇത് തെറ്റായത് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേടാ? ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങളെ ഭാഗമായ രാജസ്ഥാൻ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭാഗമായ രാജസ്ഥാൻ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന നോക്കാം. ഓപ്ഷൻ 1, ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ശരിയായ പ്രസ്താവനയല്ലേടാ? സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ താർ മരുഭൂമിയുടെ 60% ഭാഗവും രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? താർ മരുഭൂമിയുടെ 60% ഭാഗവും രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയായ പ്രസ്താവനയാണ്. ഇനി നെക്സ്റ്റ്, താർ മരുഭൂമിയെ യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ഭാഗർ എന്നും തരംതിരിക്കുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ 4ാമത്തെ പ്രസ്താവന, കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ്. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ്. അതുപോലെ നെക്സ്റ്റ്, അത് ശരിയായ പ്രസ്താവനയാണെടാ. ഇനി രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പു തടാകമാണ് സാംപാർ, ദുധീന, സാർഗോൾ എന്നിവ. എന്നാണ്? രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പു തടാകങ്ങളാണ് സാംഭർ, ദ്യുദാന, സർഗോൾ എന്നിവ. ഓക്കെ അല്ലേ? ഇനി 34 പ്രസ്താവന ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ഇത് ശരിയായിട്ട് വരിക. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 37ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് കാരണമായ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? എന്താണ്? മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് കാരണമായ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. സൂര്യൻ്റെ അയനം ഓപ്ഷൻ എ, സൂര്യൻ്റെ കൊറിയോളിസ് പ്രഭാവം ഓപ്ഷൻ ബി തന്നിട്ടുണ്ട്, താപത്തിൻ്റെ വ്യതിയാനങ്ങൾ. ഈ മൂന്നും മൺസൂണിൻ്റെ രൂപം കൊള്ളിന് കാരണമാണോ? യെസ്, മൺസൂണിൻ്റെ രൂപം കൊള്ളിന് കാരണമായ 3 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 37 ഈ 3ഉം ശരിയാണ്. അതായത് ഓപ്ഷൻ സി ആണ്. സൂര്യൻ്റെ അയനം, കൊറിയോളിസ് പ്രഭാവം, താപത്തിൻ്റെ വ്യതിയാനങ്ങൾ എന്നിവ മൺസൂണിൻ്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്നു. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ്? എന്താണ്? നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ് കൂട്ടുകാരെ. അത് 1956 38 ഓപ്ഷൻ എ ആണ്. 38 ഓപ്ഷൻ എ എന്നാണ്. 1956 നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം. ഓക്കെ അല്ലേടാ? ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന കാർബൺ രേഖ ഭൗമോപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന കാർബൺ രേഖ എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം. എത്രയാണ് ഉത്തരം? 39. ഓപ്ഷൻ സി
ഓപ്ഷൻ സി 100 കിലോമീറ്റർ. എത്രയാണ്? 100 കിലോമീറ്റർ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 40ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? അത് ബ്രഹ്മപുരമാണ്. എന്താണ്? ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? അത് ബ്രഹ്മപുരം. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നാണ്. എന്താണ്? പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ അല്ലേടാ? ഇനി 41ാമത്തിൽ ഒന്നാമത്തെ ഇത് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്കിടയിൽ ആദ്യത്തെ ഇടവേള 1966 മുതൽ 1969 വരെയാണ്. അത് ശരിയായ പ്രസ്താവനയല്ലടാ? ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്കിടയിലെ ആദ്യത്തെ ഇടവേള 1966 മുതൽ 1969 വരെയാണ് ശരിയായ പ്രസ്താവനയാണെങ്കിൽ, രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ, മൂന്നാമത്തെ പ്രസ്താവന 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? ഇന്ത്യ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. അതും ശരിയായ പ്രസ്താവനയാണെങ്കിൽ, നെക്സ്റ്റ് പ്രസ്താവന ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. എങ്കിൽ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം 4ാമത്തെ പ്രസ്താവനയാണ് ഇതിൽ ശരിയായിട്ട് ഉത്തരം. എന്താണ്? തെറ്റായ പ്രസ്താവന. അപ്പം ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്കിടയിലെ ആദ്യത്തെ ഇടവേള 1966 മുതൽ 1969 വരെയാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന 11ാം പഞ്ചവത്സര പദ്ധതിയും 8ാം പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. ഇനി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ അല്ലേടാ? ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? എന്താണ് 42ാമത്തെ ക്വസ്റ്റ്യൻ? ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? 1956 വ്യാവസായിക നയപ്രമേയമാണ്. എന്താണ്? 1956 വ്യാവസായിക നയപ്രമേയമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത്. ഓക്കെ എങ്കിൽ 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അവസാന 3 വർഷം തുടർച്ചയായി സാമ്പത്തിക ലാഭം നേടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവി ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? അവസാന 3 വർഷം തുടർച്ചയായി സാമ്പത്തിക ലാഭം നേടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവിയാണ് ഏത് കൂട്ടുകാരെ? മിനി രത്ന പദവി എന്നാണ്. ഓപ്ഷൻ സി മിനി രത്നയാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? അവസാന 3 വർഷം. എത്രയാണ്? അവസാന 3 വർഷം സാമ്പത്തിക ലാഭം നേടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവിയാണ് മിനി രത്ന. എങ്കിൽ 44ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ എന്ത് പറയുന്നു? ഒരു രാജ്യത്തെ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ മൊത്തം ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നു. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, RTGS എന്നാണ്. RTGS എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? RTGS 45 ഓപ്ഷൻ ഡി ആണ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നാണ് RTGSൻ്റെ പൂർണ്ണരൂപം. എന്നാണ്? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. RTGS എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. ഓക്കെ അല്ലേടാ? ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 40 ശരിയായ പ്രസ്താവനകൾ ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ശരിയായ പ്രസ്താവനയാണ്. ഇനി
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലേ? ആമുഖം എങ്ങനെ ആരംഭിക്കുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി ആമുഖത്തിലെ ഭാഷ കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ആമുഖത്തിലെ ഭാഷ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇനി ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്താണ്? ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഈ 4 പ്രസ്താവനകളും 46 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേടാ? ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം 103 ആണ് അല്ലേ? 103 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ്? എന്നാണ് 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ്? അത് 7 ആണല്ലേ? 7 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് പട്ടികകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? 7 ആണ്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? വിദേശാക്രമണം, യുദ്ധം എന്നീ അവസരങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 19ാം അനുച്ഛേദത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും സ്വമേധയാ റദ്ദാകുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? എന്താണ് 49ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വിദേശാക്രമണം, യുദ്ധം എന്നീ അവസരങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 19ാം അനുച്ഛേദത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും സ്വമേധയാ റദ്ദാക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? നമുക്കറിയാം അനുച്ഛേദം 358. എത്രയാണ്? 358. ഓക്കെ അല്ലേ? ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് നമുക്കറിയാം 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. എപ്പോഴാണ്? 1993 ഒക്ടോബർ 12-ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായി. ഓക്കെ അല്ലേ? ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 51ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറ്റുള്ളത്. എന്താണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്? നമുക്ക് നോക്കാം. ഹീമോഗ്ലോബിൻ എന്താണ്? ഹീമോഗ്ലോബിൻ പ്ലീഹയിൽ വെച്ച് ബിലിറുബിനായി മാറുന്നു. ശരിയായ പ്രസ്താവനയാണ്. ഹീമോഗ്ലോബിൻ പ്ലീഹയിൽ വെച്ച് ബിലിറുബിനായി മാറുന്നു. ശരിയായതാണ്. ഇനി രക്തത്തിലും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്ന പ്ലാസ്മയാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. എന്താണ്? രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്ന പ്ലാസ്മയാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ്. അത് ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ് എങ്കിൽ 4ാമത്തെ പ്രസ്താവന രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നു ആൻജിയോളജി. അതും ശരിയായ പ്രസ്താവനയാണ്. ഇത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവനയാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഹീമോഗ്ലോബിൻ പ്ലീഹയിൽ വെച്ച് ബിലിറുബിനായി മാറുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ്. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനം ആൻജിയോളജി. ഓക്കെ അല്ലേ? ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ശരിയായവ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. 1ാമത്തെ പ്രസ്താവന ഇൻസുലിൻ്റെ മോണോമറാണ് അമിനോ ആസിഡ്. ഇൻസുലിൻ്റെ മോണോമറാണ് അമിനോ ആസിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഇൻസുലിൻ്റെ മോണോമറാണ് ഇത് അമിനോ ആസിഡ്. ഇനി ഇൻസുലിൻ്റെ കുറവ് മൂലം എന്താണ് കൂട്ടുകാരെ? ഈ ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇനി 2ാമത്തെ പ്രസ്താവന ശരിയാണെങ്കിൽ 3ാമത്തെ പ്രസ്താവന രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ശരിയല്ലേ? ഇൻസുലിൻ ശരിയാണ്. എന്താണ്? രക്തത്തിലെ ഹോർമോൺ ഏതാണ് രക്തത്തിൽ ഇൻസുലിൻ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇനി നെക്സ്റ്റ് 53ാമത്തെ ക്വസ്റ്റ്യൻ കർണപടത്തിന് ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? കർണപടത്തിന് ഇരുവശത്തെയും മർദ്ദം
യെസ്, എന്താണ് തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? അത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഏതാണ്? യൂസ്റ്റേഷ്യൻ നാളി. ഭരണപടത്തിന് ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി എങ്കിൽ 54ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 54ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശിയിൽ കാണപ്പെടുന്ന വർണ്ണകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശിയിൽ കാണപ്പെടുന്ന വർണ്ണം ഏതാണ് കൂട്ടുകാരെ? യെസ്, 54 ഓപ്ഷൻ ബി മയോഗ്ലോബിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശിയിൽ കാണപ്പെടുന്ന വർണ്ണകം മയോഗ്ലോബിൻ. എന്താണ്? മയോഗ്ലോബിൻ. ഓക്കെ, ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവനകൾ തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായി ഫീമർ തുടയിൽ കാണപ്പെടുന്നു. ശരിയായ പ്രസ്താവന അല്ലേടാ? യെസ്, ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി താടിയും കഴുത്തും ഇടയിലാണ് ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നതാണ്. താടിക്കും കഴുത്തിനും ഇടയിലാണ് ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നതും ചോദിച്ചാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, അസ്ഥി വ്യവസ്ഥയുടെ ഭാഗമായതും എല്ലായി കണക്കാക്കാത്തതുമായ ശരീരഭാഗമാണ് പല്ല്. അതും ശരിയായ പ്രസ്താവന. എന്താണ്? അസ്ഥി വ്യവസ്ഥയുടെ ഭാഗമായതും എല്ലായി കണക്കാക്കാത്തതുമായ ശരീരഭാഗമാണ് പല്ല്. അതും ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന, ഒരാളുടെ പൊക്കത്തിൻ്റെ ഏകദേശം 37.5% നീളമാണ് തുടയലിൻ്റെത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്കൊന്ന് ശരിയായ പ്രസ്താവന ഒന്നുകൂടി ഞാൻ വായിക്കാം. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ തുടയിൽ കാണപ്പെടുന്നു. താടിക്കും കഴുത്തിനും ഇടയിലാണ് ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നത്. അസ്ഥി വ്യവസ്ഥയുടെ ഭാഗമായതും എല്ലായി കണക്കാർന്നതുമായ ശരീരഭാഗമാണ് പല്ല്. ഓക്കെ, എങ്കിൽ 56ാമത്തെ ക്വസ്റ്റ്യൻ പലതവണ PSC ആവർത്തിച്ചതാണ്. സ്കർവി എന്ന രോഗം ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? സ്കർവി ഏത് രോഗത്തിൻ്റെ ഇതാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അല്ലേ. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ്, ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം ഏതാണ്? ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായ വാതകം റാഡോൺ. ഓപ്ഷൻ സി റാഡോൺ ആണ് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം. എങ്കിൽ 58ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 58ാമത്തെ ക്വസ്റ്റ്യൻ, വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന ലോഹം ഏതാണ്? കാഡ്മിയം. വൃക്കാരോഗങ്ങൾക്ക് കാരണമായ ലോഹം ഏതാണ്? ഓപ്ഷൻ ബി കാഡ്മിയം ആണ്. കാഡ്മിയം. എങ്കിൽ 59ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 59ാമത്തെ ക്വസ്റ്റ്യൻ, വിമാനത്തിൻ്റെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? വിമാനത്തിൻ്റെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പ്ലെക്സി ഗ്ലാസ്. എന്താണ്? പ്ലെക്സി ഗ്ലാസ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിമാനത്തിൻ്റെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പ്ലെക്സി ഗ്ലാസ്. എങ്കിൽ 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു പരീക്ഷണങ്ങളുടെ കണ്ടെത്തിയത് ആരാണ്? എന്നാണ് മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പരീക്ഷണങ്ങളുടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ആരാണ്? ഹെൻറി മോസ്ലി. എന്നാണ് ഹെൻറി മോസ്ലി. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പരീക്ഷണങ്ങളുടെ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി ആണെങ്കിൽ 61ാമത്തെ ക്വസ്റ്റ്യൻ, മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? നമുക്കറിയാം കറുപ്പാണല്ലേ. ഓപ്ഷൻ ഡി കറുപ്പാണ്. മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പാണെങ്കിൽ. 62ാമത്തെ ക്വസ്റ്റ്യൻ, എന്തിൻ്റെ യൂണിറ്റാണ് സീമെൻസ്? 62ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്തിൻ്റെ യൂണിറ്റാണ് സീമെൻസ്? നമുക്കറിയാം വൈദ്യുത ചാലകതയുടെ യൂണിറ്റാണ് സീമെൻസ്. വൈദ്യുത ചാലകതയുടെ യൂണിറ്റാണ് സീമെൻസ്. എങ്കിൽ 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കപ്പെടുന്ന സ്ഥലം മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? യെസ്, കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കപ്പെടുന്ന സ്ഥലം മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് റീസൈക്കിൾ ബിൻ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സൽ എന്ന പ്രോഗ്രാമിൽ ഡേറ്റ ചേർക്കുന്നതിനുള്ള അടിസ്ഥാന യൂണിറ്റ് എന്താണ്? എക്സൽ എന്ന പ്രോഗ്രാമിൽ ഡേറ്റ ചേർക്കുന്നതിനുള്ള അടിസ്ഥാന യൂണിറ്റ് ആണ് കൂട്ടുകാരെ ഏത്? എന്നാണ് സെല്ലി. ഓക്കെ അല്ലേ. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സൈബർ ടെററിസം കുറ്റമാണെന്ന് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. സൈബർ ടെററിസം എന്താണ്? സൈബർ ടെററിസം കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് 66F. എത്രയാണ്? 66F.
യൂസഫ്. ഓക്കെ, ഇനി ഈ 66ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ താരമാണ് ചേതൻ ശർമ്മ. ശരിയാണോടാ? ശരിയാണല്ലേ. ഏകദിന ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ താരമാണ് ആര്? ചേതൻ ശർമ്മ. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? രണ്ടാമത്തെ പ്രസ്താവന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യത്തെ താരം ഹർഭജൻ സിംഗ് ആണ്. അതും ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് ആണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഈ രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് ഉത്തരം വരുന്നത്. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ സാത്വിക ഗുണമുള്ള കഥാപാത്രങ്ങൾക്ക് കഥകളിൽ നൽകുന്ന വേഷം എന്താണ്? 67ാമത്തെ ക്വസ്റ്റ്യൻ സാത്വിക ഗുണമുള്ള കഥാപാത്രങ്ങൾക്ക് കഥകളിൽ നൽകുന്ന വേഷം പച്ച. ഏതാണ്? പച്ച വേഷമാണെങ്കിൽ 68ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം എത്രയാണ്? കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം 24 ആണ്. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം 24 ആണെങ്കിൽ 69ാമത്തെ ക്വസ്റ്റ്യൻ പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ഇവൻ മേഘരൂപൻ എന്ന ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? എന്താണ്? പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ഇവൻ മേഘരൂപൻ എന്ന ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? യെസ്, നമുക്കറിയാം അത് പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഇവൻ മേഘരൂപൻ. ഓക്കെ അല്ലേ? ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 70ാമത്തെ ക്വസ്റ്റ്യൻ യെസ്, മലയാളത്തിലെ ആദ്യത്തെ ഈ ബുക്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഈ ബുക്ക് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മഷിത്തണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഈ ബുക്ക് ഏതാടാ? മഷിത്തണ്ടാണെങ്കിൽ 71ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകേണ്ടത് ഏത് ഭാഷയിലാണ്? വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകേണ്ടത് ഏത് ഭാഷയിലാണടാ? നമുക്കറിയാം ഇവ ഏത് ഭാഷയിൽ? ഹിന്ദിയിൽ കൊടുക്കാൻ പറ്റുമോ? ഹിന്ദിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇംഗ്ലീഷിലാണെങ്കിലോ ഇംഗ്ലീഷിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി പ്രാദേശിക ഭാഷയിലാണെങ്കിലോ ഒരു പ്രദേശത്തെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് വിവരാവകാശത്തിലുള്ള അപേക്ഷ നൽകാം. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവ മൂന്നിൽ ഏത് ഭാഷയിലും നമുക്ക് വിവരാവകാശത്തിലുള്ള അപേക്ഷ നൽകാം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? 72ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. അത് ഓപ്ഷൻ സി വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961 എന്നാണ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 74ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 74ാമത്തെ ക്വസ്റ്റ്യൻ വിശാഖ മാർഗരേഖ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിശാഖ മാർഗരേഖ ജോലി സ്ഥലത്തെ ലൈംഗികാതിക്രമം തടയലുമായി ബന്ധപ്പെട്ടതാണ്. ഇത് വിശാഖ മാർഗരേഖ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോലി സ്ഥലത്തെ ലൈംഗികാതിക്രമം തടയൽ. ഓക്കെ അല്ലേ? ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ ദയാവധത്തിന് ഉപാധികളോടെ സുപ്രീം കോടതി അനുമതി നൽകിയ വർഷം എന്നാണ്? ദയാവധത്തിന് ഉപാധികളോടെ സുപ്രീം കോടതി അനുമതി നൽകിയ വർഷമാണ് കൂട്ടുകാരെ 2018. ഓപ്ഷൻ എ 2018 ശരിയായുള്ള ഉത്തരം. എന്താണ്? ദയാവധത്തിന് ഉപാധികളോടെ സുപ്രീം കോടതി അനുമതി നൽകിയ വർഷം 2018 ആണെങ്കിൽ 76ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 76ാമത്തെ ക്വസ്റ്റ്യൻ യെസ്, സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സിന്റെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? അത് ആശാ കിരണമാണ്. സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സിൻ്റെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആശാ കിരണം. ഓക്കെ, ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അഡീഷണൽ ബെഞ്ചുകൾ ഏതൊക്കെയാണ് എന്നാണ്? അഡീഷണൽ ബെഞ്ചുകൾ ഏതെല്ലാം? എന്താണ് 77ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അഡീഷണൽ ബെഞ്ചുകൾ ഏതെല്ലാമാണ്? ഇതിൽ ശരിയായിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ്? തിരുവനന്തപുരം, എറണാകുളം. എവിടെയാണ്? തിരുവനന്തപുരം, എറണാകുളം ആണെങ്കിൽ 78ാമത്തെ ക്വസ്റ്റ്യൻ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നിശ്ചയിക്കുന്നത് ആരാണ്? എന്താണ്? നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നിശ്ചയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം അതാരാണ്? അത് ഗവർണറാണ്. ആരാണ്? ഗവർണർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് ഉത്തരം. 78 ഓപ്ഷൻ എ. അപ്പം നിയമസഭയിലെ ബജറ്റ്
ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നിശ്ചയിക്കുന്ന ആരാണ്? ഗവർണർ ആണെങ്കിൽ 79ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ റിയൽ സൈറ്റ് ഏതാണ്? തെറ്റിപ്പോയി. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് വേമ്പനാട്ട് കായൽ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മംഗളോദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരുടേതാണ്? എന്താണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരുടേതാണെന്ന് ചോദിച്ചാൽ പറയണം ഇത് PSC ഓൾറെഡി ചോദിച്ചതാണ്. കണ്ണകി. ആരുടേതാണ്? കണ്ണകി. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മംഗളോദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരുടേതാണ്? കണ്ണകി. ഓക്കെ അല്ലേ? അപ്പം 80 GK അതായത് 70 GK പ്ലസ് 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്ത്. ബാക്കിയുള്ള മാത്സും മലയാളവും നമ്മൾ മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വഴികളും എളുപ്പ വഴികളൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.